എന്തൊക്കെയായിരുന്നു അന്ന് അലൻ ജോസഫിന്റെ പെർഫോമൻസ്? മൂന്നാം കിട നാടകം കളിയുടെ ഒന്നും ആവശ്യമില്ല. അവള് വിളിച്ചപ്പോ വന്നെങ്കിൽ അന്തസ്സോടെ ഒരുമിച്ച് താമസിച്ചേനെ. അങ്ങനെ എന്നെ ഡയലോഗായിരുന്നു സാറേ അന്നെന്റെ മുമ്പിൽ കാഴ്ചവെച്ചത്. അന്നത്തെ ആ പ്രകടനം കണ്ടപ്പോഴേ ഞാൻ ഉറപ്പിച്ചതാ ഇതിന്റെ പിന്നിൽ എന്തൊക്കെയോ ഉണ്ടെന്ന്. ഏതായാലും ഇന്നത്തോടെ എന്റെ ആ ധാരണ തെറ്റല്ലെന്ന് തെളിഞ്ഞു. എന്തായാലും ഒരു കാര്യത്തിൽ എന്റെ ഭർത്താവിനെ സമ്മതിക്കണം. സ്വന്തം കാമുകിയെ ഭാര്യ സഹോദരന്റെ ഭാര്യയായി വേഷം കെട്ടിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാനുള്ള നിങ്ങളുടെ തൊലിക്കട്ടി, അതിന് കൂട്ടു നിൽക്കാൻ മറ്റൊരാളും കൊള്ളാം. ഇതിന് തേർഡ് റേറ്റ് ഗെയിം എന്നൊന്നും പറഞ്ഞ പോര മാഷേ. ഇത്രയും തരംതാണ കളികളെ വിശേഷിപ്പിക്കാനേ പുതിയത് എന്തെങ്കിലും കണ്ടുപിടിക്കണം. പിമ്പിങ്ങിനൊക്കെ പിന്നെ ഒരു അന്തസ്സുണ്ട്. ക്ഷമിക്കുന്നതിനൊരു പരിധിയുണ്ട്. എരന്ന് വാങ്ങിയതാ നീ ഇതെന്റെ കയ്യിൽ നിന്ന്. അതേടി, ഞാൻ വേഷം കെട്ടിച്ചുകൊണ്ട് നിർത്തിയതാ അവളെ. ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും നിനക്ക്? എന്ത് ചെയ്യാൻ പറ്റും? സ്വന്തം സംസ്കാരത്തിൽ നിന്ന് ഒരാൾക്ക് മറ്റുള്ളവരെ താരതമ്യം ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് ശരിയാടി. നീ നിന്റെ സംസ്കാരം വെച്ചാ മറ്റുള്ളവരെ അളക്കുന്നത്. അത് നിന്റെ കുഴപ്പമാണെന്ന് മാത്രം പറഞ്ഞുകൂടാ. അതൊക്കെ ചില ജന്മവാസനകളാ. മറ്റൊരാളുടെ ഭാര്യയായി അവൾ ഈ വീട്ടിൽ വന്നു എന്നറിഞ്ഞപ്പോ തകർന്നു പോയവനാ ഞാൻ. പക്ഷേ ഇപ്പൊ എനിക്കതിൽ നിരാശ തോന്നുന്നില്ല, മറിച്ച് സന്തോഷമാ തോന്നുന്നേ. നിങ്ങളങ്ങനെ ഒരുപാട് സന്തോഷിക്കണ്ട. എന്റെ ആ തലതെറിച്ച ആങ്ങളയുടെ ഭാര്യയായി അവൾക്ക് ഈ വീട്ടിൽ കഴിയാൻ ദാ ഈ രാത്രിയുടെ ആയുസേ ഉള്ളൂ. നേരം വെളുക്കുമ്പോ രണ്ടിനെ ഇവിടുന്ന് കെട്ടുകെട്ടിക്കാൻ വേണ്ടതൊക്കെ എന്റെ പാപ്പിച്ചാൻ ചെയ്തോളും. ഇല്ലടി, ഇല്ല. നിനക്കോ നിന്റെ പാപ്പിച്ചായനോ നിന്റെ ആങ്ങളയ്ക്കോ ആർക്കും അവരൊരു ചുക്കും ചെയ്യാൻ കഴിയില്ല. കാരണം അവൾ ഈ വീട്ടിൽ വരണമെന്നുള്ളത് ദൈവം വിധിച്ചതാ, എന്നെ കാണിക്കാനല്ല. അലനാ ഗതികെട്ട കാഴ്ച കാണാൻ നിൽക്കില്ല. പക്ഷെ നീ അത് കാണണം, കാണേണ്ടി വരും നിനക്ക്. നീ നെറുകിൽ ചവിട്ടി താഴ്ത്താൻ ശ്രമിച്ചവൾ നിന്റെ ഈ വീട്ടിൽ നിന്നേക്കാൾ അധികാരത്തോടു കൂടി വാഴുന്നത് നിന്റെ ഈ രണ്ട് കണ്ണുകൾ കൊണ്ട് കാണണം. അത് നിനക്ക് വേണ്ടി ഒരുക്കിയ കാഴ്ച തന്നെയാ. അങ്ങനൊരു വിരുന്നൊരുക്കി തന്നതിന് ദൈവത്തിനോട് 1000 വട്ടം നന്ദി പറയാ. ഓ, അങ്ങനെ നിങ്ങൾ ഒരുപാട് വ്യാമോഹിക്കണ്ട. ഈ പൂക്കാടൻ വീട്ടിൽ സയന ഉള്ളിടത്തോളം കാലം ഇവിടെ അകത്തമ്മയായിട്ട് വാടാൻ അവള് മനപ്പായസം ഉണ്ണണ്ട. നിങ്ങൾ നോക്കിക്കോ, ആര് എന്ത് കാഴ്ചയാ കാണാൻ പോകുന്നെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. സണ്ണി ചേട്ടൻ എന്താ ആലോചിക്കുന്നത്? അല്ല, പൂക്കാടൻ വീട്ടിലെ സണ്ണി ഗായത്രി ദമ്പതികളുടെ ആദ്യ ദിവസം ഏതാണ്ട് അവസാനിക്കാറായി. ഇതുവരെയുള്ള പ്രകടനം വെച്ച് നോക്കുമ്പോൾ എന്തു തോന്നുന്നു ഗായത്രിക്ക്? ഞാൻ ഹാപ്പിയാ സണ്ണി ചേട്ടാ. ഫസ്റ്റ് ഡേ തന്നെ ഇത്രയ്ക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചതല്ല. എന്താ സണ്ണി ചേട്ടന്റെ അഭിപ്രായം? പെർഫോമൻസ് ഞാൻ മോശമാക്കിയിട്ടൊന്നുമില്ലല്ലോ. ഗംഭീരം. ഗായത്രിയുടെ മുമ്പിൽ ഞാൻ താഴെ പോയോ എന്നാണ് എന്റെ സംശയം. ആകെ വിഷമം ഒരു കാര്യത്തിലേ ഉള്ളൂ. എന്താ അത്? പൂക്കാടൻ പൗലോസിന്റെ വൃത്തികെട്ട കൈ നിന്റെ മുഖത്ത് വീണല്ലോ എന്ന്. അതൊന്നും ഒരു പ്രശ്നമേ അല്ല സണ്ണി ചേട്ടാ. ഇതും ഇതിനപ്പുറവും തല്ലും ചവിട്ടും കൊള്ളാൻ മെന്റലി ഞാൻ പ്രിപ്പയർഡാ. ആ പൗലോസ് മുതലാളി നമ്മുടെ ദേഹത്തോട്ട് കളിക്കുമ്പോ നമ്മൾ പുള്ളിക്കാരന്റെ മനസ്സിനിട്ടാണല്ലോ താങ്ങുന്നത്. പുറമേ ഇങ്ങനെ കല്ലുപോലെ നിൽക്കുന്നുണ്ടെങ്കിലും ഉള്ളുകൊണ്ട് പൂക്കാടൻ പൗലോസ് എന്ന കപ്പൽ ആകെ ആടി ഒലിഞ്ഞ് നിൽക്കുകയാണ്. പൗലോസ് അച്ചായൻ മാത്രമല്ല, ബെന്നിയും പെങ്ങളും ഒക്കെ പെട്ട് നിൽക്കുകയല്ലേ. ജന്മശത്രുവിന്റെ മോള് സ്വന്തം വീട്ടിൽ മരുമോളായി വന്നു കയറുമെന്ന് സ്വപ്നത്തിൽ പോലും അപ്പച്ചൻ പ്രതീക്ഷിച്ചു കാണില്ല. ആദ്യത്തെ അടി തലക്കിട്ട് തന്നെ ആയതുകൊണ്ട് അതിന്റെ ക്ഷീണമൊന്ന് മാറി വരാൻ കുറച്ച് സമയമെടുക്കും അല്ലേ സണ്ണി ചേട്ടാ? അത് പൂക്കാടനെ നിനക്ക് ശരിക്കും അറിയാഞ്ഞിട്ടാണ് മോളെ. തല 10 ആ മുതലിന്. ആദ്യത്തെ അടിയിലൊന്ന് പകച്ചു എന്നുള്ളത് നേരാ. പക്ഷേ അതുകൊണ്ട് അപ്പച്ചൻ അടിതെറ്റി വീഴുമെന്നൊന്നും പ്രതീക്ഷിക്കണ്ട. ഏതായാലും ഒരു കാര്യം നീ ഉറപ്പിച്ചോ,
നാളെ മുതലുള്ള നമ്മുടെ ദിവസങ്ങൾ കൂടുതൽ സംഭവബഹുലമായിരിക്കും. ഞാനും അത് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്ത് നേരിടാൻ തയ്യാറായി തന്നെയാ ഞാനും. അലന്റെ അടുത്ത് അല്പം കടന്നുപോയില്ലേ തന്റെ പ്രകടനം എന്നൊരു സംശയം. ഒട്ടുമില്ല. അല്പം കൂടി ആകാമായിരുന്നെന്നേ എനിക്കിപ്പോഴും തോന്നുന്നുള്ളൂ. അയാളെ ഇനി മുന്നിൽ കിട്ടുന്ന ഓരോ നിമിഷവും പൊള്ളണോ അയാൾക്ക്. ഈ വീട്ടിൽ മറ്റാരേക്കാളും അയാൾ എന്നെ ഭയപ്പെടണം. അയാൾ മാത്രമല്ല, അയാളുടെ ഭാര്യ. തുടക്കത്തിലെ ഒരുപാട് ആവേശം കാണിക്കാതിരിക്കുന്നതാ നല്ലത്. അലനോടുള്ള തന്റെ ഈ പ്രകടനം മനഃപൂർവ്വമുള്ള അഭിനയമാണെന്നാണ് ഇവിടുത്തെ എതിർ ടീം ധരിച്ചു വെച്ചിരിക്കുന്നത്. കൂടുതൽ സീരിയസ് ആയി ഗായത്രി ആയിട്ട് ആ ധാരണ പൊളിക്കാൻ നിൽക്കണ്ട. തുടങ്ങിയതല്ലേ ഉള്ളൂ. ദിവസങ്ങൾ ഇനിയും കിടക്കുകയല്ലേ നമ്മുടെ മുമ്പിൽ. അല്പം ക്ഷമ കാണിക്കണോ? അപ്പോ നമുക്ക് കിടക്കാം. പിന്നെ വിജയാഘോഷത്തിൽ മതിമറന്ന് കിടന്ന് ഉറങ്ങിയേക്കരുത്. ഇരുട്ടത്ത് പണിയെടുത്ത പൂക്കാടൻ മുതലാളിക്ക് മോനും ശീലം. അതുകൊണ്ടൊരു ശ്രദ്ധ വേണം. സണ്ണിച്ചേട്ടൻ ഇവിടെ കിടന്നോളൂ, ഞാൻ നിലത്ത് കിടന്നോളാം. ഏയ്, പൂക്കാടന്റെ മരുമോള് നിലത്ത് കിടക്കാനോ? അത് പറ്റില്ല. ഇയാൾ ഇവിടെ തന്നെ കിടക്കണം. തറപ്പാർട്ടി നമ്മളല്ലേ, നമുക്കിതാ ശീലം. അപ്പൊ ഗുഡ് നൈറ്റ്. എന്തിടാ കരയല്ലേ? ചിറ്റയുടെ പൊന്നു മോളല്ലേ? എന്തടി വാവേ കരയാതെ ചക്കരേ? എന്ത് വേണം നിനക്ക്? എന്താ മോളെ, കുറച്ചു നേരമായിട്ട് കുഞ്ഞു കിടന്ന് വല്ലാതെ കരയുന്നുണ്ടല്ലോ. എന്തു പറ്റി? എന്താന്നറിയില്ല. ഞാനൊന്ന് നോക്കട്ടെ. വാവേ വാവേ വാവേ. കരയാം കരയാം കരയാം. അയ്യോ കരയാതെ. ഇത് വിശന്നിട്ടാണല്ലോ മോളെ. ഇതിന് വയറൊട്ടി കിടക്കുന്നുണ്ടല്ലേ? ഇതിന് പാലൊന്നും കൊടുത്തില്ലേ? അത് പിന്നെ മോളിപ്പോ പാല് കുടിച്ചതേ ഉള്ളൂ ആന്റി. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അല്ല, ഇതിന് കുപ്പിപ്പാലാണോ കൊടുക്കുന്നത്? വെറുതെ അല്ല, ഈ പ്രായത്തിൽ മുലപ്പാല് കുടിച്ചാലല്ലേ കൊച്ചുങ്ങൾക്ക് നിറയൂ. പരിഷ്കാരം കാണിച്ചോണ്ട് നടന്നാലേ കുഞ്ഞുങ്ങൾ നേരാമണ്ണം വളരില്ല കേട്ടോ. ഇതിന് പാല് കൊടുക്കും. അതിന്റെ കരച്ചിൽ ഇപ്പം മാറും. പാല് കൊടുക്കും. അയ്യോ, എന്തിനാ ഇങ്ങനെ കാണിക്കുന്നത്? ഇവിടെ ഇപ്പൊ വേറെ ആരും ഇല്ലല്ലോ. ഞാൻ കൊടുത്തോളാം ആന്റി, കുറച്ച് കഴിയട്ടെ. എടി മോളെ,
പാല് കൊടുത്താൽ സൗന്ദര്യം പോകുന്നൊക്കെ ചില പരിഷ്കാരികൾ വെറുതെ പറയുന്നതാ. അതും കേട്ട് സ്വന്തം കുഞ്ഞുങ്ങൾക്ക് കുപ്പിപ്പാല് കൊടുത്ത് വളർത്തിയാലേ അതിന്റെ കേട് അവര് വളരുമ്പോഴാ അറിയാൻ പോകുന്നേ. അമ്മയുടെ പാലെന്ന് പറഞ്ഞാലേ അമൃതിന് തുല്യ, അത് ഓർമ്മ വേണം. ചേട്ടത്തിയുടെ ഉണ്ടായിരുന്നു. എന്താ ഗൗരി മോള് വല്ലാതെ കരയുന്നേ? എന്റെ സാറേ, വയറ് നിറച്ച തള്ളയുടെ പാല് കുടിക്കേണ്ട സമയത്തെ കുപ്പിന്ന് 4 ലിറ്റർ പാല് കൊടുത്താൽ അതിന് വല്ലതും ആവുമോ? ഡേ, സാറ് ഭാര്യ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഭരതം പിള്ള ചേട്ടൻ അവിടെ ഇല്ലേ അടുത്ത്? ഉണ്ടല്ലോ, മോനുമായിട്ട് ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുക. എന്താ സാറേ, വിളിക്കണോ? വേണ്ട വേണ്ട വേണ്ട, ഞാൻ വെറുതെ ചോദിച്ചേ ഉള്ളൂ. എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. മോളെ പോന്നേ. എന്റെ അമ്മേ, ഞാൻ ആകെ പേടിച്ചു പോയി. ആ സ്ത്രീ ഇപ്പൊ തന്നെ എന്നെ കൈയോടെ പിടികൂടുമെന്ന് ഉറപ്പിച്ചതാണ്. അവരടുത്തുള്ളത് കൊണ്ട് ഉപകാരമുള്ളത് പോലെ പാര ഉണ്ടാവുകയെ. പിന്നെ ഇപ്പൊ പിടിക്കപ്പെടും തന്റെ പേടിയാണ് ആദ്യം മാറ്റാനുള്ളത്. അവർക്ക് സംശയം തോന്നുന്നതിൽ തെറ്റൊന്നും പറയാൻ പറ്റില്ല. തന്നെ കണ്ടാലേ ഈ കുഞ്ഞിന്റെ അമ്മയാണെന്ന് ആരും പറയില്ല. തന്നെ ദേഷ്യം പിടിപ്പിക്കാൻ പറഞ്ഞൊന്നുമല്ല. ആദ്യം താൻ മോളെ കട്ടിലോട്ട് കിടത്ത്. എന്തിനാ പറയുന്നത് കേക്ക്, കിടത്തങ്ങോട്ട്, എന്നിട്ട് ഞാൻ പറയാം. ഞാനിന്നൊരു മാല സംഘടിപ്പിച്ചു. സംഗതി ഇമിറ്റേഷനാ, പക്ഷെ തൽക്കാലം ഇത് മതി. ആ ഭരതേട്ടും ഭാര്യയും കൂടെ എപ്പോഴാ ഇങ്ങോട്ട് കയറി വരുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. ആ സ്ത്രീക്കാണെങ്കിൽ ഭൂതക്കണ്ണുവാ. താലിമാല കഴുത്തിലില്ല എന്നങ്ങനും കണ്ടാലേ അപ്പൊ തുടങ്ങും അവർക്ക് സംശയം. അതുകൊണ്ട് തൽക്കാലം ഇത് കഴുത്തിലോട്ടം കേട്ടോ. വേണ്ട, ഞാനിട്ടോളാം. സോറി, ഞാൻ ഓർത്തില്ല. സോറി. പിന്നെ ഈ ഡ്രസ് കോഡ് ഒന്ന് മാറ്റി പിടിക്കണം കേട്ടോ. തനിക്കിന് വല്ല സാരിയാകാം, എന്നാലും ഒരു കുഞ്ഞിന്റെ അമ്മയാണെന്നൊക്കെ ഒരു തോന്നലുണ്ടാവും. അങ്ങനെ എല്ലാം കൊണ്ടൊരു ചേഞ്ച് വരുത്താനായ പിന്നെ ആർക്കും ഒരു ഡൗട്ടും തോന്നത്തില്ല. എടോ, താൻ ഇങ്ങനെ പേടിച്ചാലോ എന്തായാലും നനഞ്ഞു നിൽക്കാം. നമ്മള് തുഴയാവുന്നിടത്തോളം തുഴയാ, ബാക്കിയൊക്കെ നമുക്ക് വരുന്നിടത്ത് വെച്ച് നോക്കാടോ. ചേച്ചിയെ പറ്റി എന്തെങ്കിലും അറിഞ്ഞോ ശങ്കർ? ഇന്ന് തിരക്ക് കാരണം എനിക്ക് എങ്ങോട്ട് ഇറങ്ങാൻ പറ്റിയില്ലെന്നുള്ളതാ സത്യം. നാളെ ഞാൻ ആ CA മാഡത്തിന് നേരിട്ട് പോയി ഒന്ന് കാണുന്നുണ്ട്. ഒക്കെ ശരിയാവൂടോ. ഒന്നില്ലെങ്കിൽ നമ്മൾ ഇവിടം വരെയൊക്കെ എത്തിയില്ലേ. അതെ, താൻ ധൈര്യമായിട്ടിരിക്കുക. പിന്നെ ഞാനങ്ങോട്ട് പതുക്കെ വിടട്ടെ. ഇനി രാവിലെ എന്നെ അങ്ങനെ അന്വേഷിച്ചാലേ എനിക്കൊരു ഫോൺ കോൾ വന്നിട്ട് ഞാൻ പുറത്തോട്ട് പോയെന്ന് അങ്ങ് പറഞ്ഞാൽ മതി കേട്ടോ. ശരിയെന്നാ, ഗുഡ് നൈറ്റ്. പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം. ശരിയെന്നാ. എന്താ നിനക്കിപ്പോ അങ്ങനെ ഒരു സംശയം തോന്നാൻ? അങ്ങനെ ആയിരുന്നെങ്കിൽ നിനക്ക് നേരത്തെ പറയാമായിരുന്നില്ലേ? അതിപ്പോ എങ്ങനെയാന്നേ? വന്ന് കേറിയ ഉടനെ ഓരോന്ന് കുത്തിയും കിഴിച്ചും ഒക്കെ ചോദിക്കാൻ പറ്റുമോ? അല്ല, അങ്ങനെ ഇപ്പൊ വലിയ കുഴപ്പക്കാരായിട്ട് എനിക്ക് തോന്നുന്നൊന്നുമില്ല. എന്നാലും എന്തോ എവിടെയൊക്കെയോ ഒരു കുഴപ്പമില്ല. നീ ഇങ്ങനെ 2 വർത്തമാനം പറഞ്ഞാൽ എങ്ങനെ എന്റെ ദമയന്തി? അവരെ കണ്ടിട്ട് കുഴപ്പക്കാരായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ കൊച്ചിനെ പാലൂട്ടില്ല എന്നും പറഞ്ഞ് അതതിനെ തള്ളയില്ലെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുമോ? അതിന് വേറെ വല്ല കാരണം ഉണ്ടെങ്കിലോ? വേറെ എന്ത് കാരണം? പെറ്റ തള്ളയൊന്നും എടുത്താ കരച്ചിൽ നിർത്താത്ത കുഞ്ഞുങ്ങളുണ്ടോ? പിന്നെ ഞാൻ എത്ര നിർബന്ധിച്ചിട്ടും അവള് അതിന് പാല് കൊടുക്കാൻ തയ്യാറായില്ല. അത് മാത്രമല്ല, ഇവിടെ വന്ന് ഇത്രയും ദിവസമായിട്ട് ഇങ്ങോട്ടൊന്ന് വരാനോ നമ്മളോടൊന്ന് മിണ്ടാനോ ഒന്ന് പറയാനോ അവള് മനസ്സ് കാണിച്ചില്ലല്ലോ. അതൊക്കെ വെച്ച് നോക്കുമ്പോഴാ എനിക്ക് സംശയം. അതൊക്കെ നിന്റെ വെറും തോന്നലാ ദമയന്തി. ചിലര് ചില പ്രത്യേക തരക്കാരായിരിക്കും. കൂടുതൽ ഇടപഴകുന്നതും സഹകരിക്കുന്നതും ഒന്നും ചിലർക്ക് താല്പര്യമുള്ള കാര്യമല്ലല്ലോ.
ആ ഏതായാലും നീ ഇങ്ങനെ ഒരു സംശയം പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ നാളെ ആ കൊച്ചുവിനെ ഒന്ന് കണ്ടു നോക്കാം. അവൻ ഇവരെ എങ്ങനെയാ പരിചയമെന്നൊക്കെ ഒന്ന് വിശദമായി ചോദിച്ച് മനസ്സിലാക്കാവല്ലോ. ആഹാ. കാലം വല്ലാത്തതാണേ. എന്തെങ്കിലും ഏടാകുടങ്ങളാണേല് പിന്നെ അതിന്റെ പുറകെ നമ്മൾ തൂങ്ങാൻ നിൽക്കണം. ഓ അതെ, നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ? എന്താ? ആ പെങ്കൊച്ചിന്റെ കഴുത്തെ താലി ഉണ്ടായിരുന്നോന്ന് എനിക്കൊരു സംശയം. എന്റെ ഓർമ്മയിൽ അത് കാണാത്ത പോലെ. താലിയോ? താലി എവിടെ പോകാനാ? ഇല്ലെന്ന എന്റെ ബലമായ സംശയം. ഞാൻ ഇപ്പോ ഒന്ന് പോയി നോക്കിട്ട് വന്നാലോ? ഇപ്പോഴോ? ഈ രാത്രിയിലോ? അത് വേണ്ടടി. നമ്മൾ എന്തോ കാരണം പറഞ്ഞ് അങ്ങോട്ട് ചെന്ന് കയറും. നാളെ രാവിലെ നീ എന്തേലും കാരണം പറഞ്ഞു ചെന്ന് നോക്കിയാ മതി. ഇന്ന് ഇനി ചെക്കിങ്ങിനൊന്നും നിൽക്കണ്ട. ചേടാ, ഓരോരോ തലവേദനകളെ. ഗൗരി, ഗൗരി, ഗൗരി. എന്താ എന്തു പറ്റി ശങ്കർ? ഇന്ന് നേരത്തെ ആണല്ലോ. എടോ, ഒരു ഉഗ്ര ന്യൂസ് കിട്ടിയിട്ടുണ്ട്. എന്താ? എടോ, തന്റെ ചേച്ചി ഈ നാട്ടിൽ തന്നെ ഉണ്ട്. അവർക്ക് ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. സത്യമാണോ? സത്യമാണോ ഇയാളീ പറയുന്നത്? ഞാൻ എന്തിനാ ഭാഗ്യക്കൂറി തന്നോട് കള്ളം പറയുന്നേ? അതും ഈ കാര്യത്തിലോ? എല്ലാം വ്യക്തമായി അന്വേഷിച്ച് അറിഞ്ഞിട്ട് തന്നെയാ ഞാൻ ഈ വന്നിരിക്കുന്നത്. ഒന്ന് വേഗം പറ ശങ്കർ, എന്റെ ചേച്ചി ഇപ്പൊ എവിടെയുണ്ട്? അതാണ് ഒരു വിഷയം. അതെങ്ങനെ സംഭവിച്ചു എന്ന് എത്ര ആലോചിച്ചിട്ട് എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. എന്താ എന്താ ശങ്കർ, എന്താ താൻ അറിഞ്ഞത്? തന്റെ ചേച്ചി ഇപ്പൊ പൂക്കാടൻ പൗലൂസിന്റെ വീട്ടിലാണെന്നാ ഞാൻ അറിഞ്ഞത്. എന്താ എന്താ ശങ്കറി പറയുന്നത്? ഗൗരി, അതിൽ എത്രമാത്രം സത്യമുണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. പൂക്കാടൻ പൗലൂസിന്റെ മകൻ തന്റെ ചേച്ചി വിവാഹം കഴിച്ചു എന്നാ ഞാൻ അറിഞ്ഞത്. എന്താ എന്താ ഇയാൾ പറഞ്ഞേ? ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് വഴി അറിഞ്ഞതാ ഇതൊക്കെ. കാര്യങ്ങൾ കൂടുതൽ വിശദമായിട്ട് അറിയാൻ ഞാൻ അവനോട് തന്നെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. എനിക്ക് എന്റെ ചേച്ചിയെ കാണണം. ഇപ്പൊ വേണ്ട. ഞാൻ പറഞ്ഞില്ലേ, ഡീറ്റെയിൽസ് എല്ലാം അറിഞ്ഞിട്ട് അവൻ എന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാണാൻ പോകുന്നതൊക്കെ അത് കഴിഞ്ഞു മതി. എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ. ചേടാ, ഇങ്ങോട്ടൊന്ന് തിരിയാൻ. നാശം, മുഖവും കാണാൻ പറ്റുന്നില്ലല്ലോ. ഇതവരാണ്. അയ്യോ, പോയോ? അയ്യോ, ആരാടാ നീ? കുടുംബത്തുകാർ വന്ന് പെണ്ണുങ്ങളെ നോക്കി വെള്ളം ഇറക്കുന്നു. അയ്യോ, അതല്ല ചേട്ടൻ, ഞാൻ ഉദ്ദേശിക്കുന്ന ടൈപ്പ് അല്ലല്ലേ. അല്ല, ഞാൻ ചേട്ടൻ ഉദ്ദേശിക്കുന്ന ടൈപ്പ് അല്ല എന്ന് പറയുമായിരുന്നു. പിന്നെ നീ ആരാ? എന്തിനാ നീ ഇവിടെ വന്നേ? അതെ, ഞാൻ ഈ ഹെൽത്ത് പവറിന്റെ അല്ല, പവർ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഏജന്റാ. ഇവിടെ ആർക്കെങ്കിലും ഹെൽത്ത് ഇൻഷുറൻസ് വേണോന്ന് അറിയാൻ വേണ്ടിട്ട് വന്നതാ. ആ, ഇവിടെ ഉള്ളവർക്ക് വേണമെന്ന് അറിയുന്നതിന് മുമ്പ് നീ സ്വന്തം പേരിലൊരു പോളിസി എടുക്ക്. ലക്ഷണം കണ്ടിട്ട് നിനക്ക് അധികം ആയുസ് ഉണ്ടാവും തോന്നുന്നില്ല. ചേട്ടനാണ് ഈ പൂക്കാടൻ പൗലൂസ്? അല്ല, എന്റെ മോനാ. എന്താ കാര്യം? കാര്യം എന്താന്ന് വെച്ചാ, ചേട്ടനാണല്ലേ മോൻ. ഞാൻ പെട്ടെന്നുള്ള ധൃതിക്ക് ഐ എം സോറി. അതെ, ചേട്ടൻ ഒറ്റ മോനേ ഉള്ളൂ? അതിന് എനിക്ക് മക്കളുണ്ടെന്ന് നിന്നോട് ആരാ പറഞ്ഞേ? അതല്ല ചേട്ടാ, ഈ പൗലൂസ് സാറിന് ഒറ്റ മോനല്ലേ ഉള്ളൂ എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. ചേട്ടൻ കല്യാണം കഴിച്ചതാണോ? ആ. എങ്കിലേ എന്താ മിസ്സസിന്റെ പേര്?
രണ്ടുപേർക്കും കൂടെ ഒരു ഫാമിലി പോളിസി എടുക്കാലോ എന്ന് കരുതി ചോദിച്ചതാ. മിസ്സസിന്റെ പേര് പറഞ്ഞോളൂ. സാറാമ്മ, വയസ്സ് 28. സാറാമയോ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ചേട്ടൻ ഒന്നുകൂടെ ഒന്ന് ഓർത്തു നോക്കിക്കേ, പേര് അത് തന്നെയാണോ എന്ന്. പിന്നെ എന്റെ ഭാര്യയുടെ പേര് നിനക്കാണോ അറിയാവുന്നേ? സത്യം പറടാ, നീ ആരാ? നീ അവളെ തിരക്കി വന്നല്ലേ? എവളെ? ഗായത്രിയെ. മര്യാദയ്ക്ക് സത്യം പറഞ്ഞോണം, ഇല്ലെങ്കിൽ നീ ജീവനോടെ എവിടെ നിന്ന് പുറത്തു പോയില്ല. പറയണം. എന്താ നിനക്ക് അറിയേണ്ടത്? ആരാ നിന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്? മര്യാദയ്ക്ക് പറഞ്ഞോണം, ഇല്ലെങ്കിൽ എന്റെ പൊന്നേറ്റ എന്നെ ഒന്നും ചെയ്യരുത്. ഞാൻ ഗൗരവ അടുത്തുനിന്ന് വരുവാ. വാ. മാറ്റിയെടുത്ത് ഇടിക്കാനല്ലേ? വാടാ. അതെ. ഗൗരി ഇപ്പൊ എവിടെ താമസം? പാങ്ങോട് മിലിറ്ററി ക്യാമ്പിനടുത്ത് ചെറിയൊരു വീട്ടിലാണ് ഇപ്പൊ അവള് താമസിക്കുന്നത്. ഗായത്രിയുടെ കുഞ്ഞു? കുഞ്ഞു അവക്കൊപ്പോ സാറേ. പിന്നെ അതിനെയും കൊണ്ട് അവള് വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. ചേച്ചിയെ കാണാനില്ലെന്നുള്ളതാ അവൾ ഏറ്റവും വലിയ വിഷമം. അവളും കുഞ്ഞും ആ വീട്ടിൽ തനിച്ചാണോ? അതെ സാറേ. പിന്നെ ഹൗസ് ഓണർ ഫാമിലിയും അതിനോട് ചേർന്ന് തന്നെയാ താമസം. അതുകൊണ്ട് മറ്റു പ്രോബ്ലംസ് ഒന്നുമില്ല. എന്നാലും ഇത്രയില്ലാത്തൊരു കുഞ്ഞിനെയും കൊണ്ട് അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റും സാറേ? ചേച്ചിയെ തിരിച്ചെട്ടിയ ആ കുഞ്ഞിന്റെ കാര്യത്തിലെങ്കിലും എന്തെങ്കിലും. ഗായത്രിയുടെ സേഫ് ആയിട്ടുണ്ടെന്ന് മാത്രം നീ ഗൗരിയോട് പറഞ്ഞാൽ മതി. കഴിവതും അവളിങ്ങോട്ട് വരാതിരിക്കുന്നതാണ് നല്ലത്. നിന്റെ കാർഡും തന്നെ. തൽക്കാലം നമ്മുടെ ഈ കൂടിക്കാഴ്ച മറ്റാരും അറിയണ്ട. ശങ്കർ അല്ലേ? അതെ. പറഞ്ഞത് മനസ്സിലായല്ലോ. ഗൗരി എവിടെ ഉണ്ടെന്ന് ഇവിടെ വേറെ ആരെങ്കിലും അറിയാനിടയായാൽ അത് അവളുടെ ജീവന് പോലെ ആപത്താ. ശങ്കറിന് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ? ഓ സാറേ.